വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ആദ്യമായിട്ടാട്ടോ വീഡിയോ എടുക്കണം. അപ്പം ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്, ഞാൻ വീട്ടിൽ എൻ്റെ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തോരം പ്ലാന്റ്സൊക്കെ ഉണ്ടെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ആട്ടോ ആദ്യമേ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗയ്സ്, ആദ്യമേ തൊട്ട് തുടങ്ങണത് ഇതാണ്. ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പം ഇത് ഞാൻ നട്ട് വെച്ചതാണ്. എൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലുള്ള ഒരു ചേച്ചി തന്ന കേട്ടോ. അപ്പം അത് ഞാൻ നട്ട് വെച്ചതാണ്. എൻ്റെ പൂവൊക്കെ ഉണ്ടായി. ഇത് രാവിലെ ഉണ്ടായതാണ്, പക്ഷേ ഇതിപ്പോൾ കരിഞ്ഞു പോയി. അതുകൊണ്ട് ഞാനിങ്ങനെ മുറ്റത്തിങ്ങനെ ഇറങ്ങി നടന്നപ്പോഴാട്ടോ ഓർത്തത് വീഡിയോ എടുക്കാനേ. അതുകൊണ്ടാട്ടോ എടുത്തത്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാവുന്നൊരു സാധനമാണ്, വാൽസിയാണ്. ഞങ്ങളൊട്ട് വാൽസിയോ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അപ്പം ഇത് ഇത്രയും ഞാൻ നട്ട് വെച്ചതാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ സാധനം? ഇതാട്ടോ പച്ചക്കപ്പലണ്ടി, കണ്ടോ? ഇതാണ് പച്ചക്കപ്പലണ്ടി. ഞങ്ങൾ ഇന്ന് വിളവെടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ മാന്തി നോക്കി, പക്ഷേ അതിനകത്ത് പാകമായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്തില്ല കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ചീര. എല്ലാവരുടെയും വീട്ടിലുണ്ടാവാൻ ചാൻസ് ഉണ്ടാവും ചീര. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നല്ല മഴക്കാറുണ്ട് കേട്ടോ, കണ്ടോ? നല്ല മഴക്കാറുണ്ട്. വീഡിയോയിൽ കാണണമെന്ന് അറിയില്ല, നല്ല മഴക്കാറുണ്ട്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് മഴക്കാറൊക്കെ അല്ലേ, ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കാം, അത് എടുത്തിട്ടാട്ടോ. പിന്നെ ഇത് പൊതുവേ കാണാം ഗൈസ്, ഉറുമ്പും കൂട് കണ്ടോ ഗൈസ്? ഉറുമ്പും കൂട് അന്ന ഗൈസ്, ഞാനിപ്പോഴാട്ടോ കാണണം ഉറുമ്പും കൂട് ഉണ്ടായിരുന്നല്ലേ ഇതിനകത്ത്, ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ ഇത് നമ്മുടെ തുണിയൊക്കെ കേട്ടോ, നല്ല കാറ്റുള്ളതുകൊണ്ടായിരിക്കും. ഇത് നമ്മുടെ പുളിയിലയാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ തുളസി, അങ്ങനത്തെ സംഭവം. ഇത് എൻ്റെ അപ്പുറത്തെ വീട്ടാണ്, ഞങ്ങളുടെ ഗേറ്റാട്ടോ. ഇത് ഗേറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ ഒരു അനിയത്തി എന്ന് പറയാം, ജാനുവിൻ്റെ വീടാണ്. ജാനു വീട്. അപ്പം അത് പിന്നെ ഞങ്ങൾക്കുള്ളത് ഒരു എന്താ പറയുക, ഇതിൻ്റെ പേര് നമ്മുടെ സീതാപ്പഴം, അല്ലെങ്കിൽ ചിലയിടത്ത് എന്താ, എനിക്ക് വേറെ നാട്ടിലൊക്കെ എന്താ പറയണമെന്നറിയില്ല. ഇത് ഞങ്ങൾ പറയുന്നത് സീതാപ്പഴമാണ്. സീതാപ്പഴം